afternoon. Afternoon. Good afternoon, ma'am. Good afternoon, good afternoon all. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനഞ്ഞ മിഴികളോടെ കാരുണ്യമിന്നിൽ ചൊരിയണേ പൂവിനും കാരണനായുള്ള തമ്പുരാനേ. ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ പൂവിനും കാരണനായുള്ള തമ്പുരാനേ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെച്ചും പകരം ഗുരുവിനെ ഉന്മയെ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്നെ കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞൊരെ മാതൃകയായിട്ടും സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പു ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ പൂവിൻ കാരണനായുള്ള തമ്പുരാനെ. താങ്ക് യു. സൈനിങ് ഞാനാണ് മാം. ഒരു സ്റ്റോറി പറയാം. കൊക്കൂണിലെ പൂമ്പാറ്റ. ഉണ്ണിമോൻ രാവിലെ ഉറക്കമുണർന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. പൂവിട്ട് നിൽക്കുന്ന അരളിച്ചെടിയിലെ മഞ്ഞുതുള്ളികൾ സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങും. അപ്പോഴാണ് അവൻ അത് ശ്രദ്ധിച്ചത്. അരളിച്ചെടിയുടെ ഇലക്കിടയിൽ പൂമ്പാറ്റ സമാധിയിരിക്കുന്ന ഒരു കൊക്കൂൺ തൂങ്ങിക്കിടക്കുന്നു. അവൻ കൗതുകത്തോടെ അടുത്തേക്ക് ചെന്നു. നോക്കുമ്പോഴതാ കൊക്കൂണിൽ നിന്നും പൂമ്പാറ്റ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്നു. പുഴുവായി കുറെ നാൾ ജീവിച്ച ശേഷം സ്വയം ഉണ്ടാക്കിയ കൂടായ കൊക്കൂണിൽ പുറം ലോകവുമായി ബന്ധമില്ലാതെ ദിവസങ്ങളോളം തപസ്സിരുന്ന് പൂമ്പാറ്റയായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണത്. പുറത്തിറങ്ങിയാൽ അതിന് വർണ്ണച്ചിറകുകൾ വിരിച്ച് പൂക്കൾ തോറും പാറി പറക്കാം. കൊക്കൂണിന്റെ ചെറിയ ദ്വാരത്തിലൂടെ പുറത്തേക്കു കടക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്നു പൂമ്പാറ്റ. പക്ഷേ പുറത്തേക്കു കടക്കാനാവുന്നില്ല. മണിക്കൂറുകളായി അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഉണ്ണിമോന് സങ്കടം തോന്നി. അവൻ ഓടിച്ചെന്ന് ഒരു കത്രിക എടുത്തു കൊണ്ടുവന്നു. എന്നിട്ട് കൊക്കൂണിന്റെ ഒരു ഭാഗം മെല്ലെ മുറിച്ചു കൊടുത്തു. അടുത്ത നിമിഷം പൂമ്പാറ്റ കൊക്കൂണിൽ നിന്ന് പുറത്തേക്ക് അത് പുള്ളിച്ചിറകുകൾ വിരിച്ച് പറന്നുയരുമെന്നാണ് അവൻ കരുതിയത്. പക്ഷേ സംഭവിച്ചത് അതല്ല. വീർത്ത ഉടലും ചുളങ്ങിയ ചിറകുകളുമായി അത് നിലത്തേക്ക് വീണു. താഴെ കിടന്ന് അത് ചിറകടിച്ച് ഉയരാൻ നോക്കി. പക്ഷെ അതിന് കഴിയുന്നില്ല. കൊക്കൂണിലെ ചെറിയ ദ്വാരത്തിലൂടെ കഷ്ടപ്പെട്ട് തന്നെ അത് പുറത്തു വരുന്നതെങ്കിൽ പൂമ്പാറ്റയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് ഉണ്ണിമോന് തോന്നി. കുട്ടിക്കാലത്ത് ചില കഷ്ടപ്പാടുകൾ നാം അനുഭവിക്കുക തന്നെ വേണം. അല്ലാതെ ചെറുപ്പത്തിലെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുടെ സഹായത്തോടെ ചെയ്താൽ പിന്നീട് ജീവിതത്തിൽ ഒറ്റയ്ക്ക് മുന്നേറാൻ കഴിയാതെ വരും എന്നല്ലേ ഈ കഥ ഓർമ്മിപ്പിക്കുന്നത്. താങ്ക് യു മാം. ഞാൻ പറയാം മാം. Accept your past without regret. Handle your present with confidence and face your future without fear. APJ Abdul Kalam. നാളെ എക്സാം ആണല്ലേ? പഠിച്ചു തുടങ്ങിയാ? പരീക്ഷണൊക്കെ കഴിഞ്ഞോ? പഠിച്ചു? എല്ലാവരും കോൺഫിഡൻസ് ആണോ എക്സാം എഴുതാനായിട്ട്? ഓക്കെ. അപ്പൊ ജസ്റ്റ് ഒരു റിവിഷൻ നടത്താം നമുക്ക്. ജസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റില് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. ആൻസർ നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മൾ ക്ലാസ് എടുക്കണ്ട, റിവിഷൻ. നാളെ എക്സാമിനോടനുബന്ധിച്ച് ഒരു റിവിഷൻ നമുക്ക് നടത്താം. അപ്പോ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ചൈൽഡ് വെൽഫെയർ എടുക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മിസ്? റെഡിയാണോ? ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: why should children be properly cared for? Why should children
be properly cared for. Options ഇതാണ്: to reduce family expenses, to entertainment purposes. ഒന്നാമത്തെ ഓപ്ഷൻ for the benefit of the nation's bright future. നാലാമത്തെ ഓപ്ഷൻ to increase population. ഏതായിരിക്കും? ഓപ്ഷൻസ് ഒന്നുകൂടി വായിക്കാം. To reduce family expenses. Option B, to entertainment purposes. Option C, for the benefit of the nation's bright future. Option D, to increase population. ഏതായിരിക്കും? ഓപ്ഷൻ ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. വെരി ഗുഡ്. സി ആണ് ആൻസർ കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ചിൽഡ്രനെ പ്രോപ്പർലി കെയർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? നാഷണൽ ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട്, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ലിസ്റ്റഡ് ആസ് ദ പാർട്ട് ഓഫ് ചൈൽഡ് വെൽഫെയർ? ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കാം. റെഗുലർ മെഡിക്കൽ ചെക്കപ്സ്, പ്രൊവൈഡിംഗ് മൊബൈൽ ഫോൺസ്, ന്യൂട്രീഷ്യസ് ഡയറ്റ്, പ്രൊട്ടക്ടിങ് ഫ്രം ഹാംഫുൾ ഇൻഫ്ലുവൻസ്. ഇതാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് എന്ത് ചൈൽഡ് വെൽഫെയറിൽ പെടാത്തത് അല്ലെ? ഏതൊക്കെയാണ്? പ്രൊവൈഡിങ് മൊബൈൽ ഫോൺസ്. കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? അഡിക്റ്റ് ആവാം അല്ലെ? ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചിൽഡ്രൻ മസ്റ്റ് ബി taught to use a handkerchief when dash. നോടി വായിക്കാം. Children must be taught to use a handkerchief when dash. handkerchief എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. Laughing. Option A, laughing. Option B, sneezing and coughing. Next option, sleeping, watching TV. Option B ആണ്. ഓക്കെ, ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following can be an acquired cause of visual impairment? Which of the following can be an acquired causes of visual impairment? ഏതൊക്കെയാണ് കോസസ് എന്നുള്ളത് കേട്ടോ. നോക്കാം. Watching cartoons. Next, smallpox or meningitis. Playing in sand. Loud noises. B, അല്ലെ? smallpox and meningitis. Okay. What are the some causes of physical disabilities in children? നോടി വായിക്കാം. What are the some causes of physical disabilities in children? Option: excessive exercise, watching TV. Next, congenital issues, fetal problems or accidents. Last option, reading in dim light. What are the some causes of physical disabilities? Option C. Very good. Next question. How should society respond to children with the physical disabilities? How should society respond to children with the physical disabilities? Public എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? Sympathetic, helpful, supportive, all of the above. എന്താ പറയാ? സപ്പോർട്ടീവ് ആയിരിക്കാം, ഹെൽപ്ഫുൾ ആയിരിക്കാം, സിമ്പത്തറ്റിക്കോട് കൂടിയിട്ട് പെരുമാറണം. അങ്ങനെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള ചിൽഡ്രൻസിനോട്. What is the major challenges in education of mentally retarded children? Okay, challenges ആണ് ചോദിക്കുന്നത്. Option: lack of schools, poor attendance, limited ability to learn,
ലാസ്റ്റ് ഓവർ ക്രൗഡഡ് സ്കൂൾസ്. എന്തായിരിക്കും വരാം? മേജർ challenges in education of mental retarded children. ദിയാണോ വരാ? ലിമിറ്റഡ് ലേൺ ടു എബിലിറ്റി ടു ലേൺ അല്ലെ? സി ആണ് കേട്ടോ ആൻസർ വരുന്നത്. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് വായിച്ച് പഠിക്കാം കേട്ടോ. തന്നിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതും. പിന്നെ ഓൾറെഡി ഞങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് വായിച്ച് പഠിക്കും. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ കേട്ടോ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് കേട്ടോ. ഇൻഡിവിജ്വൽ ഡിഫറൻസിലെ ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്? ഇവിടെ വായിക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്? ഓപ്ഷൻ നോക്കാം. കൾച്ചറൽ ഡിഫറൻസ്, സോഷ്യൽ ഡിഫറൻസ്, പേഴ്സണാലിറ്റി ഡിഫറൻസ് ആൻഡ് ഓൾ ഓഫ് ദി അബവ്. എന്താ പറയാ? ടി ആണ് അല്ലെ? എല്ലാത്തിലും ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് എ പ്രൈമറി ഫോക്കസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്? വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്? ഫസ്റ്റ് ഓപ്ഷൻ ഗ്രൂപ്പ് ബിഹേവിയർ, സെക്കൻഡ് ഓപ്ഷൻ സോഷ്യൽ ബിഹേവിയർ, തേർഡ് ഓപ്ഷൻ യൂണിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽ, നെക്സ്റ്റ് ഓപ്ഷൻ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. യൂണിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽ ആണ് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഫിസിക്കൽ ട്രേറ്റ്സ് ഈസ് ഇൻഫ്ലുവൻസിങ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്? ഇതൊക്കെയാണ് ഫിസിക്കലി വരുന്ന സ്വഭാവ സവിശേഷതകൾ കേട്ടോ. ഫിസിക്കൽ ട്രേറ്റ്സ് ഈസ് ഇൻഫ്ലുവൻസിങ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ പറയാം. സ്കിൻ ടോൺസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഹെയർ സ്റ്റൈല്, ഓൾ ഓഫ് ദി അബവ്. ഇതിലൊക്കെയാണ് വരുന്നത്. ടി ആണ് എല്ലാത്തിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഓക്കെ, എക്സ്പാൻഡ് IQ. എന്തായിരിക്കാം IQ എന്ന് പറഞ്ഞാല്? പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇന്റലിജൻസ് കോഷ്യന്റ്. വെരി ഗുഡ്, ഇന്റലിജൻസ് കോഷ്യന്റ്. ഓപ്ഷൻ ഇതാണ്. ഇന്റലിജൻസ് ക്വാളിറ്റി, ഇന്റലിജന്റ് കോഷ്യന്റ്, ഇന്റലിജൻസ് ക്വാണ്ടിറ്റി, ഓൾ ഓഫ് ദി അബവ്. ഇന്റലിജന്റ് കോഷ്യന്റ് ആണ് വരുന്നത് കേട്ടോ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സിൽ നിന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻസ് പറയുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫിസിക്കൽ ഡെവലപ്മെന്റ്? ഓപ്ഷൻ പറയാം. പ്രോഗ്രസ് ഓഫ് ഇന്റേണൽ ഓർഗൻസ്, പ്രോഗ്രസ് ഓഫ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഓർഗൻസ്, മെന്റലി പ്രോസസ്, ഓൾ ഓഫ് ദി അബവ്. എന്താ പറയാ? ഓപ്ഷൻ ബി ആണ് അല്ലെ? രണ്ടും കൂടി അല്ലെ? രണ്ടിന്റെയും പ്രോഗ്രസ് ആണ്. ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസിന്റെ പ്രോഗ്രസ്. Select the period of pre-childhood. Select the period of pre-childhood. Option പറയാം. 5 to 6 years, 7 to 9 years, 1 to 3 years, 3 to 6 years. ഏതാ വരാ? Pre-childhood. D ആണ് കേട്ടോ. ഓക്കെ, 3 to 6 years ആണ് pre-childhood എന്ന് പറയുന്നത്. ഇനി നോക്കിയേ. The first 3 years of adolescence are marked as the years of dash. The first 3 years of adolescence are marked as the years of dash. First option, rapid growth and development, less growth, no progress, all of the above. എങ്ങനെയാണ്? ഓക്കെ, ഫസ്റ്റ് അഡോളിസൻസിന്റെ ഫസ്റ്റ് 3 years റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഉണ്ടാകുന്നത്. ഇനി നോക്കിയേ, ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് സെഫാലോ കാഡൽ ട്രെൻഡ്? എന്താണ് സെഫാലോ കാഡൽ ട്രെൻഡ് എന്ന് പറഞ്ഞാല്?
ഓപ്ഷൻ തരാം. ഇന്റേണൽ ഡെവലപ്മെന്റ്, എക്സ്റ്റേണൽ ഓർഗൻസ്, ഹെഡ് ടു ഫുട്ട്, ലാസ്റ്റ് ഓപ്ഷൻ സെൻട്രൽ ഡെവലപ്മെന്റ്. സി ആണോ ആൻസർ വരാ? സി ആണ് കേട്ടോ. ഹെഡ് ടു ഫുട്ട് അല്ലെ, തല മുതൽ പാദം വരെ കേട്ടോ. ഓർത്ത് വെക്കാം, ഇമ്പോർട്ടൻസ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇനി നെക്സ്റ്റ് നോക്കാം. സെൻട്രൽ ഡെവലപ്മെന്റ് ഓഫ് എ ബോഡി ആക്സിസ് ഇസ് കോൾഡ്. Central development of body axis is called dash. Rapid growth, maximum strength, muscular involvement. Last point, proximo-distant strength. T ആണ് ആൻസർ. എല്ലാവരും റിവിഷൻ ഒക്കെ കഴിയുന്നെന്ന് തോന്നുന്നു. നന്നായിട്ട് ആൻസർ പറയുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് തിയറീസ് വരുന്നത്. ഇമ്പോർട്ടൻസ് ആണ് ഓരോ തിയറീസ് കേട്ടോ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറി ഉണ്ട്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ഉണ്ട്. ഇതാരൊക്കെയാണ് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? അതൊക്കെ ഇമ്പോർട്ടൻസ് ആണ്. ക്വസ്റ്റ്യൻസ് ഇതാണ് ചോദിക്കാൻ പോണു. ഹു ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ഐക്കോണിക് സ്റ്റേജ് ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? ഇങ്ങനെ ചോദിക്കാം. ഹു ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് ഐക്കോണിക് സ്റ്റേജ് ഇൻ കോഗ്നിറ്റീവ് development? Option Skinner, Piaget, Brunner, none of the above. ഇതിലുള്ള ആൻസർ പറഞ്ഞല്ലേ? ഓപ്ഷൻ സി ആണ്, ബ്രൂണർ ആണ്. നെക്സ്റ്റ്, which of the following is one of Piaget stage of cognitive development? പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഫസ്റ്റ് വൺ ഏതാണെന്നാണ് ചോദിക്കുന്നത്. Which of the following is one of the Piaget stage of cognitive development? Option തരാം. Sensory motor stage, pre-operational stage, formal operational stage, all of the above. ഏതാണ് ആൻസർ വരുന്നത്? ഓക്കെ, ഓപ്ഷൻ ഡി ആണോ all of the above? ഓപ്ഷൻ എ സെൻസറി മോട്ടോർ സ്റ്റേജ്. ഞാൻ നോട്ട് തന്നിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് പഠിക്കാം കേട്ടോ. ഏതൊക്കെ സ്റ്റേജ് ആണ്, ഏത് സ്റ്റേജ് ആണ് ആദ്യം വരുന്നത്, രണ്ടാമത് വരുന്നത് ഏതാണെന്നുള്ളത് പഠിച്ചു വെക്കാം. At what age do children typically develop object permanence? വായിക്കാം. At what age do children typically develop object permanence? Option A 6 months, 12 months, 18 months, 24 months. ഏതാ പറയാ? ഓപ്ഷൻ ബി 12 അല്ലേ? വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് ചോദിക്കാം, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. Who proposed the theory of intellectual development? Who proposed the theory of intellectual development? Option തരാം. Piaget, Skinner, Crocrow, Goldman. ഏതാ വരാ? ജീൻ പിയാഷെ എന്നാണ് കേട്ടോ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. അതുകൂടി ഒന്ന് ഓർമ്മ വെക്കാം കേട്ടോ. ജീൻ പിയാഷ, JEAN, ജീൻ പിയാഷ. ആൻസർ ആണ്, കറക്റ്റ് ആണ്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, ചോദിക്കാം. Which of the following is a key aspect of cognitive development? Which of the following is a key aspect of cognitive development? Option തരാം. Emotional regulations, social skills, problem solving and decision making, all of the above. ഏതാ വരാൻ ആൻസർ? ഡി ആണ്. ഓക്കെ, ഇമോഷണൽ റിലേഷൻസ്, സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ആവും അല്ലെ, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ. ഓൾ ഓഫ് ദി എബവ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ഇനി നോക്കിയേ, what is the process by which we develop our ability to communicate through language? എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ലാംഗ്വേജ് ഏത് പ്രോസസ്സിലേക്ക് കൂടിയാണ് ഡെവലപ്പ് ആകുന്നത്? മനസ്സിലായോ? ക്വസ്റ്റ്യൻ കൂടി വായിക്കാം.
What is the process by which we develop our ability to communicate through language? ഏതാണ് നമുക്ക് ഓപ്ഷൻ പറയാം. Cognitive development, social development, emotional development, language development. ഏതായിരിക്കും വരുന്നത്? ടി ആണല്ലേ? ഓക്കെ. ലാംഗ്വേജ് അത് ഡെവലപ്പ് ആകാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി കൂടുന്നത് എങ്ങനെയാണ്? ഡി, ഓപ്ഷൻ ഡി, ലാംഗ്വേജ് ഡെവലപ്മെന്റിലൂടെയാണ്. ഓക്കെ. മാം ഈ ക്വസ്റ്റിന്റെ ആൻസർ എത്ര ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മാം. അതെ അതെ. മാറി അത് വീണ്ടും ക്ലിയർ ചെയ്ത് വീണ്ടും കൊടുത്തു നോക്കി, എന്നിട്ടും കറക്റ്റായ ആൻസറിൽ മാത്രം ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ബാക്കി ഏത് വേണേലും നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അത് ചോദിക്കാം, ഞാൻ ഓഫീസിൽ ചോദിക്കാം, അവരാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതാം. ഇനി ഒരു ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടി മിസ് എടുത്തിട്ടുണ്ട് അല്ലെ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിന്റെ PDF ഒന്ന് എടുക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കട്ടെ, മോക്ക് ടെസ്റ്റ് ഒന്ന് എടുക്കട്ടെ, വെയിറ്റ് ചെയ്യും കേട്ടോ. വായിച്ചു നോക്കാം കേട്ടോ, അത് PDF ഒന്ന് വായിച്ചു നോക്കാം. ടെക്സ്റ്റ് ബുക്ക് Okay, questions പറയാം മിസ്. Identify the 3 categories of food. ഇങ്ങോട്ട് വായിക്കാം. Identify the 3 categories of food. ഓപ്ഷൻ പറയാം. Energy supplies, body builders, protective foods, all of the above. ഏതാ വരാ? 3 ആണ്. Okay. Proteins are dash types. Proteins are dash types. Option 3, 2, 4, 5. 2 ആണ്. 2 ആണ് കേട്ടോ. Okay. Carbohydrates includes. Option പറയാം. Carbon, hydrogen, oxygen, all of the above. Carbohydrates includes. Option D ആണ്. Carbon ഉണ്ട്, hydrogen ഉണ്ട്, oxygen. Identify the water soluble vitamins. ഏതാണെന്നുള്ളത് കേട്ടോ. Water soluble vitamins. Vitamin A, vitamin D, vitamin A, vitamin B, vitamin D, vitamin E. ഏതാ വരാ? B ആണ് അല്ലെ? ഓപ്ഷൻ B ആണ്. വൈറ്റമിൻ B ആണ് വരുന്നത്. Next, saturated fat increase the dash of the blood. Cholesterol, oxygen, pressure, none of the above. C ആണോ? പ്രഷർ ആണോ? C അല്ല, കൊളസ്ട്രോൾ ആണ് കേട്ടോ. ഓപ്ഷൻ A ആണ്. In malnutrition, physical conditions includes. ഏതൊക്കെയാണ് ഫിസിക്കൽ കണ്ടീഷനിൽ വരുന്നത്? Lack of attention, gloominess, pale face, passiveness. ഏതാ വരാ? B ആണോ? ഓപ്ഷൻ C, പാലെ ഫേസ് ആണ് കേട്ടോ. രണ്ടും ഫിസിക്കൽ കണ്ടീഷനും അതുപോലെ തന്നെ മെന്റൽ കണ്ടീഷനും നോക്കാം കേട്ടോ. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറിപ്പോകരുത്. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. ഇപ്പൊ ഫിസിക്കൽ കണ്ടീഷൻ പഠിക്കുകയാണെങ്കിൽ മറ്റത് പഠിക്കേണ്ട ആവശ്യമില്ല. ഫിസിക്കൽ കണ്ടീഷനിൽ മാത്രം നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അങ്ങനെ കോഡുകൾ വെച്ചൊക്കെ പഠിക്കുക ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. അപ്പോ ഒരുവിധം നിങ്ങൾ റിവിഷൻ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻസ് പറയുമ്പോ ആൻസർ ചടപടയെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പേടിയുണ്ടോ എക്സാമിന്? പേടിക്കേണ്ട ഒരു ആവശ്യം.
ഞങ്ങക്ക് എക്സാമിന്റെ മിസ്സിന്റെ അല്ല 3 ചാപ്റ്റേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. പറഞ്ഞിരുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മിസ് ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പില്. അവര് തരും കേട്ടോ. ഞാൻ പറയാം, ഒന്നുകൂടി ഞാൻ പറയാം. എക്സാം എങ്ങനെ ഉണ്ടാവുക മാഡം? ഞാൻ പറയാം. എക്സാം നാളെ എത്ര മണിക്കെന്നാ പറഞ്ഞിരിക്കുന്നത്? ഗ്രൂപ്പിൽ വല്ലതും 7 മണി തുടങ്ങി 8 മണി. 7 മണി തുടങ്ങി 8 മണി വരെ ഈവനിങ് ആണ് അല്ലെ, നൈറ്റ് ആണ് എക്സാം. അപ്പോ 7 മണിയാവുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് വരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താണ് നമ്മുടെ മോക്ക് ടെസ്റ്റ് പോലെയുള്ള അങ്ങനെ വരും. നമ്മുടെ പേര്, ഇമെയിൽ ID, അതുപോലെ തന്നെ കോഡ് ഉണ്ടാവും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ അതും കൂടി ഓപ്ഷൻ എന്താണ് D ആണോ A ആണോ അങ്ങനെയുള്ള കോഡുകളും ചിലപ്പോൾ ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അതും കൂടി ഒന്ന് അവിടെ കൊടുക്കണം. എന്നിട്ട് വേണം അവിടെ മോക്ക് ടെസ്റ്റ് പോലെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിയർ ആയോ? ഓക്കെ, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോ ലിങ്ക് ഓപ്പൺ ആവണില്ല, ഭയങ്കര വറിയായി, അങ്ങനെ വറിയാവേണ്ട ആവശ്യമൊന്നുമില്ല. ലിങ്ക് ഓപ്പൺ ആവണമെന്നില്ലെങ്കിൽ ഓഫീസിൽ വിളിച്ച് നേരെ കോൺടാക്ട് ചെയ്യാം. എനിക്ക് ലിങ്ക് ഓപ്പൺ ആവണമെന്നില്ല, എഴുതാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പൊ അവര് സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരും. ഒരു ആവശ്യവും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഒരു 6:45 ആവുമ്പോൾ നിങ്ങൾ ഫോൺ ഓണാക്കി, അതുപോലെ തന്നെ ഫോണിന്റെ ചാർജ് ഫുള്ളാക്കി ഇടാൻ നോക്കാം. കറണ്ട് പോവാം, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വരാലോ. ചാർജ് ഒക്കെ ഫുള്ളാക്കി ഇടാം. അതുപോലെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. മിസ്സിന്റെ ഒക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. തടവടയിൽ ആൻസർ കിട്ടിയിരുന്നു മിസ്സിന് ചോദിച്ചപ്പോ. അപ്പൊ ഒരുവിധം എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്നൊരു വിശ്വാസമുണ്ട്. നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ. മിസ്സും പ്രാർത്ഥിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഇനിയിപ്പോ 1 മണിയാവുമ്പോ, 1 മണി ആയിട്ടുണ്ട്. അപ്പൊ അശ്വതി മിസ് വരും, ഇംഗ്ലീഷ് മാം വരും. ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തരാം, എങ്ങനത്തെ മോഡലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ മോക്ക് ടെസ്റ്റ് എന്തായാലും പഠിക്കാം. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം വരുന്നത്. ഓക്കെ, വേറെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ? 6:45 ഫോൺ ഓൺ ആക്കിയിട്ട് ഓപ്പൺ ആയിട്ടൊക്കെ ഇരിക്കാം. ഇരുന്നോളൂ കേട്ടോ. ക്യാമറ ഓൺ ആക്കണം, ക്യാമറ ഓൺ ആക്കണം. അതുപോലെ എന്താ റേഞ്ചിലോട്ടിരിക്കുക, ശ്രദ്ധിക്കാം. ഇത്രയും കാര്യങ്ങളുള്ളൂ. ഫോണിലെ ചാർജ് ഫുള്ളാക്കി ഇടാം. അതുപോലെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി ഓഫീസിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. സാറിനെ വിളിച്ചാലും മതി. വേറൊന്നും ചോദിക്കാനില്ലല്ലോ? ആരെങ്കിലും ഒരാള് പറയാം, ക്ലിയർ ആവുന്നില്ല. പ്രത്യക്ഷ എന്താ പറഞ്ഞേ? അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ ജയദേവ് സാറിനെയാണോ കോണ്ടാക്ട് ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഓഫീസിലെ നമ്പർ ഇല്ലേ, അവിടെ വിളിച്ച് പറഞ്ഞാലും മതി കേട്ടോ. ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മതി. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്താ പറഞ്ഞ മിസ്, ഈ കറണ്ട് ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മള് രണ്ടാമത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്തൊക്കെ പോവുമല്ലോ. അപ്പൊ ഇങ്ങനെ ഈ ടൈം അപ്പം വീണ്ടും കിട്ടുമോ? അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും നമുക്ക് ചെയ്യാം. ഓഫീസിൽ വിളിച്ച് പറഞ്ഞാൽ മതി, കറണ്ട് പോയിട്ടുണ്ട്, അപ്പൊ ഞാനിതാ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. അവര് രണ്ടാമത് ചെയ്യാൻ പറഞ്ഞാല് രണ്ടാമത് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ? അപ്പൊ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ കേട്ടോ എല്ലാവരും. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, അപ്പൊ ഇപ്പൊ ആരും പോകരുത്. അശ്വതി മിസ് വരൂ കേട്ടോ. ഓക്കെ.
Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Yeah. Okay. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ്സിൽ വന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ just wait a second.